ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലാണ്. ഈ 1 മിനിറ്റ് ക്യാൻഡിൽ ഇന്നലെ ഞാൻ വരച്ച സപ്പോർട്ടും റെസിസ്റ്റൻസിലും ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം നാളത്തെ ഒരു പ്രഡിക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അനലൈസ് ചെയ്യാണ്. അപ്പം ഇന്ന് ജൂലൈ 17 ഇന്നത്തെ ഓപ്പണിംഗ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ വരച്ച ഈ ഒരു റെസിസ്റ്റൻസ് സോണിലാണ്. ഈ റെസിസ്റ്റൻസ് സോണിൽ ഓപ്പണായി ഈ റെസിസ്റ്റൻസ് സോണിൽ ഓപ്പണായി നല്ലൊരു സെൽ ഓഫ് വരുന്നുണ്ട്. സെൽ ഓഫ് വന്നിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് സോണിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ അടിച്ച് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് വരികയാണ്. ബയേഴ്സ് ഇവിടുന്ന് ഈ ഒരു മെയിൻ സപ്പോർട്ടിൽ നിന്ന് ബയേഴ്സ് ട്രൈ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ബയേഴ്സിന് പറ്റുന്നില്ല. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ഫോം ആവുന്നുണ്ട്. അപ്പം ഇവിടെ വീണ്ടും ഒരു റേഞ്ച് ഫോം ആവുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഒരു 3 തവണ മാർക്കറ്റ് റിജക്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു സെയിം ഏരിയയിൽ തന്നെ നല്ല സെൽ ഓഫ് വരുന്നുണ്ട്, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു. സോ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്നിപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എക്സ്പയറി ആണ്, അതുകൊണ്ട് നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇത് എന്താ പറയുക ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. ഈ 2 കണ്ടീഷനാണ് മോസ്റ്റ്ലി എക്സ്പയറി ഡേയിൽ വരിക. അപ്പം ഇന്ന് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇത് വീണ്ടും താഴേക്ക് വന്ന് ഈ ഒരു റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുത്ത് ഇവിടെ ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. ഒരു 3 o'clock ആകുമ്പോഴാണ് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്ന് നമുക്കൊരു മൂവ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇത് ആണ് ഇന്നത്തെ ഒരു നിഫ്റ്റീൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ ഇൻസൈഡിലുള്ള ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു മൂവ് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ തന്നെയാണ് ഇന്നത്തെ മൂവ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പോയിൻറ്റ്സ് ഇൻട്രാഡേ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കിട്ടും. ഒരു 100 പോയിൻറ്റ്സ് ആണ് ഈ ഒരു റേഞ്ചിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്കുള്ള ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 മിനിറ്റിൻ്റെ ഒരു ബൈങ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഇന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു റേഞ്ച് ഇവിടെയും ബിൽഡായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം മാർക്കറ്റ് നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ 2 റേഞ്ചിന് പുറത്തേക്ക് കിടന്നാൽ മാത്രമേ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. വീണ്ടും ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് പോയെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു ബെയറിഷിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു റേഞ്ചിലേക്ക് തന്നെ, ഒരു ടൈറ്റ് റേഞ്ച്, ചെറിയൊരു റേഞ്ചാണ്, പക്ഷേ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും വന്നു. അപ്പം ഇനിയിപ്പം നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റേഞ്ച് കട്ട് ചെയ്താലാണ് നമുക്കൊരു നല്ലൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിഫ്റ്റീനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും അതേപോലെ തന്നെയാണ്, ഒരു റേഞ്ചിൽ തന്നെയാണ്. ഇന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച് മുകളിൽ ഈ ഒരു റേഞ്ച് കട്ട് ചെയ്താൽ മാത്രമേ മുകളിലേക്കാണെങ്കിലും ഒരു നല്ല മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി ആണ് ഫസ്റ്റ് എടുക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇൻഫോയിൽ പോയി ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂസും എടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കോൾ OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 അപ്പം കോൾ OA സ്ട്രൈക്ക് വന്നിരിക്കുന്നത് 57,000. അതുപോലെ തന്നെ പുട്ട് OAയിൽ ഏറ്റവും കൂടുതൽ റൈറ്റിംഗ്സ് വന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് 56,000. അപ്പോൾ ഈ 2 സ്ട്രൈക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000, പക്ഷേ പുട്ട് വന്നിരിക്കുന്നത് 57,200. പക്ഷേ പുട്ട് ഇവിടെ അൺവൈൻഡിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാർക്ക് ചെയ്ത് ഇതിൽ ഹയസ്റ്റ് കോളായി വന്നിരിക്കുന്നത് 57,000. ഓൾമോസ്റ്റ് 16 lakhൻ്റെ ഒരു റൈറ്റിംഗ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. സോ ഇത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 56,000. ഇതിൽ സ്ട്രോങ് സപ്പോർട്ടായിട്ടും ഉണ്ട്. ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നതും ഈ 57,000 തന്നെയാണ്. അപ്പം ഈ റെസിസ്റ്റൻസ് സോൺ എന്നുള്ളത് വീണ്ടും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 57 എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് മാറുന്നുണ്ട്. അപ്പം ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത്
57,200ലാണ് ഇവിടെ ഒരു നല്ലൊരു അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. അപ്പം 57,200ൽ നല്ലൊരു അൺവൈൻഡിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിപ്പം ചാർട്ട് എടുക്കുകയാണെങ്കിൽ ചാർട്ട് എടുത്തിട്ട് ഒരു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലേക്ക് മാറ്റി നമുക്ക് നോക്കാം. ഇവിടെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 57,000 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 57,000 എന്ന് പറഞ്ഞത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 6,000 ആണ് മെയിൻ ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത് 57,000 ആണ്. അപ്പോൾ ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഈ 57,000 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നല്ല ഒരു റൈറ്റിങ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് നമുക്കിതിനെ ഈ ഒരു 57 ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിന്, അതായത് 57,250 മുകളിലേക്ക് പോയാലാണ് നമുക്കൊരു നല്ലൊരു ലോങ് സെറ്റപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കംപ്ലീറ്റ് ഇതിനെ നമുക്കൊരു സോണായിട്ട് തന്നെ കണക്കാക്കാം. അപ്പം 57 to 57,250 വരെയൊക്കെ നമുക്കൊരു റേഞ്ചായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ. നല്ലൊരു ലോങ് മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണം. നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 56,000 ആണ്. പക്ഷേ നമുക്ക് ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണ് ബിൽഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു നല്ലൊരു ഇൻട്രാഡേ സപ്പോർട്ടാണ്. ഇതാണ് മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് സോണ്, ഇതാണ് മെയിനായിട്ടുള്ള സപ്പോർട്ട് സോണ്. ഇതാണ് 56,000 ആണ് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. പക്ഷേ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ നല്ലൊരു സപ്പോർട്ട് സോണ് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണ്. അതിന് ഒരു കാര്യം കൊണ്ട് ഞാൻ വിട്ടുപോയി. ഇവിടെ ഏറ്റവും കൂടുതൽ ഇനിയിപ്പം അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 58 ആണ് കേട്ടോ. അടുത്തൊരു മെയിൻ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 58,000 ആണ്. അപ്പം 58,000ഉം 56,000ഉം മെയിനായിട്ടുള്ള സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മെയിനായിട്ടുള്ള സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റീൻ്റെ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ നിഫ്റ്റി ആക്കട്ടെ. ഓക്കെ, ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂസും ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇന്ന് എക്സ്പയർ ചെയ്തുകൊണ്ട് 24th ജൂലൈയുടെയാണ് ഞാൻ എടുക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് 24th ജൂലൈയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ OA വന്നിരിക്കുന്നത് 25,200ലാണ്. ഇപ്പോൾ പുട്ട് OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,900ലാണ്. ഇപ്പോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200ലാണ്. പുട്ട് OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,900ലാണ്. അപ്പോൾ ഇത് ഇവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിഫ്റ്റി ഇപ്പം നമുക്ക് PCR വാല്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 0.65 ആണ്. സോ ഇതൊരു ബെയറിഷ് പ്രൈസിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,200ലാണ്. അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 24,900ലാണ്. കോൾ OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200ലാണ്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 24,900ലാണ്. സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഈ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആവുന്നുണ്ട്. കാരണം OA ചേഞ്ച് വന്നിരിക്കുന്നതും സെയിം സ്ട്രൈക്കിൽ തന്നെയാണ്. ഇപ്പം പുട്ട് നോക്കുകയാണെങ്കിലും 24,900ലാണ് പുട്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നതും 24,900ലാണ്. അപ്പോൾ ഈ 24,900 എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ വരയ്ക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നമുക്കൊരു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാക്കാം. $25,200ലാണ് നല്ലൊരു റെസിസ്റ്റൻസ് സോണ് വരുന്നത്. അപ്പം ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് 25,200ഉം അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് 24,900ഉം. അപ്പം 25,200 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അടുത്തൊരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഇന്നത്തെ ഒരു ക്ലോസിങ് വെച്ച് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് സോണ് ബിൽഡ് ആവുന്നുണ്ട്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് സോണും ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് സപ്പോർട്ട് സോണുകൾ ഇവിടെ ബിൽഡ് ആവുന്നുണ്ട്. മെയിനായിട്ടുള്ള സപ്പോർട്ട് സോൺ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ വരുന്നത് 24,900ലാണ്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണ് വരുന്നത്. അപ്പം ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ബിൽഡ് ആവുന്നുണ്ട്. ഇപ്പം ഇത് ബ്രേക്ക് ചെയ്ത് പിന്നെ അടുത്തൊരു മെയിൻ സപ്പോർട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. ഇതും ബ്രേക്ക് ചെയ്ത് 25,000 ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ പിന്നെ അടുത്തൊരു മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,900 ആണ് മെയിനായിട്ടുള്ള നിഫ്റ്റിയുടെ റേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ലൊരു മൂവ് ഇപ്പോൾ ഇവിടെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. ഇനി ഈ റേഞ്ച് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇന്നലത്തെയും ആ ഒരു റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് പോവും. അപ്പോൾ നല്ലൊരു മൂവ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് താഴേക്കോ
നമുക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. താങ്ക് യു.